ഹായ് ഗൈസ്, ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യണമെന്നൊരു ഉദ്ദേശത്തോടെയൊന്നല്ല ഞാൻ നിന്നത്. പക്ഷേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിലും എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഡെയിലി എനിക്ക് ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട്. കമൻറ്റ് ഇതാണ്: ചേച്ചി ഡീപ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമോ, അങ്ങനെ ചെയ്യുമോ, അങ്ങനെ ചെയ്യുന്നത്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യേണ്ടത്. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊരു അവർ പറഞ്ഞതുപോലെ തന്നെ ഡീപ് ക്ലീനിങ് വീഡിയോ ചെയ്യാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അലർജി ഉണ്ട്, ഡസ്റ്റ് അലർജി നന്നായിട്ടുണ്ട്. തുടങ്ങിയപ്പോൾ ഞാൻ തുമ്മൽ നിർത്തില്ല. ആ ഒരു പ്രശ്നമാണ്. അലർജി ഉള്ളവർക്ക് അറിയായിരിക്കും അത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം വീട് മൊത്തത്തിൽ ഡീപ് ക്ലീനിങ് ചെയ്ത് പിന്നെ എഴുന്നേറ്റുണ്ടാവില്ല. സോ ഞാൻ വിചാരിച്ചു കുറച്ചൊരു മെസ്സി കിടക്കുന്ന റൂം നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയാലോ. ഈ ഒരു റൂമാണ് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ജനലൊക്കെ ഒന്ന് തുറന്നിടാമെന്ന് വിചാരിച്ചു. കാരണം പൊടി ഉണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ പോയിക്കോട്ടെ, റൂമിൽ തന്നെ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് ജനൽ ഫുള്ള് ഞാൻ ആദ്യം തന്നെ തുറന്നു. ടേബിൾ ആദ്യം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഡെയിലി എടുക്കുന്ന കുറച്ച് സാധനങ്ങളായിട്ട് ആ ടേബിളിൽ എൻ്റെ വാട്ടർ ബോട്ടിൽ, രുദ്രേൻ്റെ കുറച്ച് ബുക്സ്, ക്രയോൺസ്, പിന്നെ ചാർജർ, അങ്ങനത്തെ കുറച്ച് അൽക്കുലത്ത് സാധനങ്ങളാണ് ആ ടേബിൾ ഫുൾ ഉള്ളത്. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി. ചൂടല്ലേ? അങ്ങനെ ടേബിളിൽ എല്ലാ സാധനങ്ങളും വൃത്തിയാക്കി. അവസാനം ടേബിൾ മാറ്റും ഒന്ന് നന്നായിട്ട് തട്ടിക്കുടഞ്ഞ് ഫൈനൽ ലുക്ക് ഇതാണ്. എൻ്റെ വാട്ടർ ബോട്ടിൽ മാത്രമേ ഇപ്പോൾ ടേബിളിലുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഫാനിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തു. ശേഷം ജനലിൻ്റെ കമ്പി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നത്. പ്രത്യേകിച്ച് ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു പൊടി അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. എന്നാലും ഓരോ കമ്പിയായിട്ട് വൃത്തിയാക്കി തുടച്ചു. അങ്ങനെ ജനൽ ഭാഗം ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഷോക്കേസ് ക്ലീൻ ചെയ്യാം. ഈ ഒരു കവറിൽ ഫുള്ള് രുദ്രേൻ്റെ യൂണിഫോമാണ്. അതായത് അവൻ്റെ UKG യൂണിഫോം. ഇനി അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് കവറിലിട്ട് വെച്ചതാണ്. പക്ഷേ അത് ആ ഷോക്കേസിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഫുള്ള് ഞാൻ ആ കവറിലേക്ക് എടുത്ത് വീണ്ടും മടക്കി മാറ്റി വെച്ചു. എന്നിട്ട് അത് അവിടെ നിന്ന് മാറ്റി. അതായിരുന്നു ഏറ്റവും വലിയ സാധനം അവിടുത്തെ. പിന്നെ കുറേ ബുക്ക്, പേപ്പർ, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതും ഞാൻ ഓരോന്നോരോന്നായിട്ട് മാറ്റി വെച്ചു. എൻ്റെ കയ്യിൽ നിന്നൊരു സാധനം താഴെ പോകുന്നുണ്ട്. എന്താണെന്നല്ലേ? രുദ്രേൻ്റെ പല്ലാണത്. ഇത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ന്യൂസ് പേപ്പർ വിരിച്ച് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഷോക്കേസ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു അടുക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ചു. പിന്നെ ഇപ്പോൾ ചൂടായതുകൊണ്ട് ബ്ലാങ്കറ്റൊന്നും ഉപയോഗിക്കുന്നില്ല. അതൊക്കെ ഫുള്ള് തട്ടിക്കുടഞ്ഞ് മടക്കി ഷെൽഫിലെടുത്ത് വെച്ചു. ഓരോ മൂലയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അടിച്ചു വാരുമായിരുന്നു. കട്ടിലും മേശയൊക്കെ മാറ്റി ഫുള്ളൊന്ന് അടിച്ചു വാരും. കുറച്ച് നേരത്തെ തുമ്മലിന് ശേഷം ഞാൻ പിന്നെ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. പില്ലോസൊക്കെ സെറ്റാക്കി വെച്ചു. നമുക്ക് നിലം തുടച്ചാലോ? ലൈസോളും ഡെറ്റോളും ഇട്ടിട്ട്.
റൂമിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണണ്ടേ? അങ്ങനെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.